ഹലോ, നമ്മ എവിടെടാ? ഇവിടൊക്കെ ഉണ്ട്. എന്താണാവോ? എന്താ പരിപാടി? ഒരു പരിപാടി ഇല്ല. ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. പടത്തിന് പോയാലോ? ഉണ്ണിയെ, നിന്റെ കൂടെ ഒരു പരിപാടിക്ക് ഞാനില്ലേ മടുത്തു, നിർത്തി. എന്തടാ അതൊക്കെ സംഭവിച്ചില്ലേ, പോട്ടെ. ഉണ്ണിയെ, എന്റെ ഒരു വിഷം പരിപാടി കാരണം നാട്ടിലിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. ക്ഷേത്രത്തിൽ വരുന്ന ആൾക്കാർ വേണം കളിയാക്കുക. നീ വിഷം കുടിച്ച് കാരണം വെക്കല്ല പറഞ്ഞത്. അല്ല, അതുകൊണ്ട് എനിക്കല്ലേ ഉപകാരം ഉണ്ടായത്. പെണ്ണ് സെറ്റായില്ലേ? തന്റെ കാര്യം നേരെ, തന്റെ അവസ്ഥ ആലോചിക്ക്. പുറത്തിറങ്ങി നടക്കാൻ പറ്റാണ്ട വീട്ടിൽ തന്നെ ഇരിക്കാനിപ്പോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പടത്തിന് പോവാ. പെങ്ങളെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഞാനൊരു പടത്തിനില്ല. പെങ്ങളെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് അവരെ കൂട്ടിട്ട് പടത്തിന് പോവാ. എടി, ഞാൻ ഫോൺ കട്ടാക്കി. ഇല്ലാതെ തോന്നുന്നു. ഞാൻ ഇവരെ കൂട്ടിട്ട് പോയിട്ട് വരാട്ടോ. ദൈവമേ, കാണാനും ഇല്ലല്ലോ. ഞാൻ വരണില്ല കഴിച്ചിട്ട് പടത്തിന് വരാണ്ടിരിക്കോ? അതിലൊരു ഒറ്റയ്ക്ക് കണ്ടു വരുമോ ഭഗവാനെ? നീ അല്ലടാ പറഞ്ഞില്ലാന്ന്. അപ്പൊ ഞാൻ നീ വരുന്നില്ല വിചാരിച്ചു. ആരൊക്കെ വരുന്നു? അതാ അവര് വന്നിട്ടുണ്ടല്ലോ അവിടെ, കണ്ടില്ല? അപ്പൊ എവിടെ? അതാടാ മരത്തിന്റെ ചോട്ടില് ബൈക്കിൽ അവരാണേ. അവരെ കണ്ടിട്ടില്ലേ? ഉണ്ണിയെ, എന്നോട് ഇതുപോലെ ചെയ്ത് ഞാൻ വരില്ല. എന്റെ ഏട്ടൻ്റെ കൂടെ പഠിച്ചാണ് വെച്ചാലും സ്വന്തം സഹോദരനെ പോലെ ഞാൻ കണ്ടിട്ട്, എന്നിട്ടാണ് ഈ പരിപാടി എന്നോട് ചെയ്തത്. ഇവന്മാരുടെ പടം കാണാനാണ് എന്നെ വിളിച്ചു വരുത്തിയത്. നിന്റെ വിഷം പരിപാടി ആയിരുന്നു. നാട് മുഴുവൻ നാണം കെട്ടിരിക്കുക. എന്നിട്ട് ഞാൻ വന്നു പഠിക്കും. പിന്നെ നാണക്കേട്. ഇവന്റെ ഒരു കാര്യം. ഓനെ പെങ്ങളെ ഫ്രണ്ട്സ് പറഞ്ഞപ്പോഴേ പെൺകുട്ടികളാന്ന് വിചാരിച്ചു. അവൻ പോവാണെങ്കിൽ പോട്ടെ, അല്ലാതെ എന്താ.